ഹായ് ഗായ്സ്, ഡെയിലി വ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഈ പ്രണവിന്റെ ഇഷ്യൂ അത് അവസാനം എൻഡ് ആയി കഴിഞ്ഞു. പക്ഷേ വലിയൊരു ചതിയാണ് പ്രേക്ഷകരോടും നമ്മോടോടും. ആ ഒരു കുടുംബം റീച്ചിന് വേണ്ടി, യൂട്യൂബ് എന്ന് പറയുന്നത് റീച്ചും അതിന്റെ വ്യൂവർഷിപ്പുമാണല്ലോ. സത്യത്തിൽ പറഞ്ഞാൽ അത് തന്നെ സംഭവിച്ചു. ഒരു ഓഫീസർ അവർ പറഞ്ഞത് കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അച്ഛനും അമ്മയൊക്കെ ആയതുകൊണ്ട് അവർ ചോദിച്ച മറുപടിക്ക് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്നൊരു റിപ്ലൈ ആണ് ആ പ്രവീണിന്റെ ഭാഗത്തുനിന്നും. പ്രണവും ഈ ഒരു രീതിയിലാണ് സംസാരങ്ങളൊക്കെ പോയത്. ആ ഒരു ക്ലിപ്പ് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിന്റെ പരാതി എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, പരാതിയൊന്നുമില്ല. പരാതി കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് പരാതിയില്ല? പരാതിയില്ല, വൈഫിനും പരാതിയില്ല. ഞാൻ അടിച്ചു ചവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ്. ഉറപ്പായിട്ടും അങ്ങനെ വീഴുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 9 മാസം അടുപ്പിച്ച് നരഗർഭിണിയായിട്ടിരിക്കുക. ഇവിടുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് പ്ലാൻഡ്. നിങ്ങളൊരു വീഡിയോ, ഇതെല്ലാം പ്ലാനിങ് ആണ്, വ്യൂസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. നിങ്ങൾ ഇട്ടതിന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വീഡിയോ ചെയ്തതിന്റെ പുറത്താണ് ഇവര് വീഡിയോ ഇപ്പൊ ഇടുന്നത്. കാരണം ശരിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഈ പ്രശ്നം നടക്കുന്നത് ഇപ്പോഴൊന്നുമല്ല. ഈ പ്രശ്നം നടക്കുന്നത് പരാതി കൊടുത്തെന്ന് എങ്ങനെ അറിയാം? കള്ളപ്പരാതി കൊടുത്ത് കാണാൻ സാധ്യത കാണുമെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. ഇപ്പൊ ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ ഒരു ഗർഭിണി അടിച്ചു എന്ന് പറയുമ്പോൾ സ്വമേധിയ കേസെടുത്തുള്ള സാധ്യത എന്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല. ആ ബ്ലോഗിൽ അടി കൊണ്ട ആളാണെങ്കിൽ അങ്ങനെ നിന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു കൂടി കുഞ്ഞും കൂടി ആകുമ്പോ പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോ നിങ്ങൾ ആകെ ഒരു തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അനിയന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതൊരു ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ വീഡിയോ എടുത്തു വെച്ചു. വന്നോണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു അലിഗേഷൻ എന്തെങ്കിലും വൈഫിനെ ഒന്ന് അവളൊരു തെറ്റ് ചെയ്യാതെ അവൾക്ക് നേരെ ഒരു അലിഗേഷൻ എല്ലാവരും സൊസൈറ്റിയിൽ ഉണ്ടോ, എനിക്കിപ്പോ അവളെ കൂടെ നിന്നേ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് നിവർത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇട്ടത്. അപ്പം അവൾ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് സത്യം നാട്ടിൽ എല്ലായിടത്തും അറിയണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. മകൻ പറഞ്ഞത് എന്തായാലും അവന്റെ അച്ഛനും അമ്മയല്ലേ, അവന്റെ അച്ഛനും അമ്മേനെയും അതുപോലെ അനിയനെയും കേസായിട്ടൊക്കെ കോടതിയും അവിടെ ഇവിടെയൊക്കെ കയറി എടുക്കാനുള്ള താല്പര്യം ഇല്ല. അത് നല്ലൊരു മനസ്സിനോടമയ്ക്ക് അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. ഈ ഒരു അടി പ്രശ്നം, ഈ ഒരു പ്രശ്നം അല്ലാതെ എന്റെ വീട്ടിൽ വേറെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടാക്കി. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടായി. ആ ഒരു പ്രശ്നം അല്ലാണ്ട് ഞാൻ തല്ലിയിട്ടില്ല. ഞാൻ ഇതെങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതെന്റെ സഹായമുണ്ട്. ഞാൻ തല്ലിയിട്ടില്ല എന്ന് പറയുന്നത് 100%. പക്ഷെ എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അകത്ത് പോയത്. അങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ എനിക്കറിയാം. ഇങ്ങനെ ഒരാൾ സ്ത്രീ വന്ന് ഇങ്ങനെ ഞാൻ എന്നെ തല്ലി അടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പ്രവീണെ തല്ലി എന്നുള്ളത് നേര് തന്നെ. എന്റെ അച്ഛനെ തല്ലിയ സമയത്ത് ഞാൻ തല്ലി, അത് നേര് തന്നെ. ഞാൻ മുതലേ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തവനല്ല. വീട്ടിൽ ഞാൻ ഇവരെ പോലെ ഫ്ലാറ്റായിട്ടും എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒരു ഓടി ഉണ്ടായിരുന്നല്ലോ, അതിന് മുമ്പത്തുള്ള ഓടിയില്ല. അവര് അച്ഛൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതിന് മുമ്പുള്ളതൊന്നുമില്ല. പിന്നെ നമുക്ക് അതിനകത്ത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ആ റെക്കോർഡ് എന്ന് പറയുന്നത് പ്രവീൺ എന്റെ അച്ഛനെ തല്ലിയതിനു ശേഷം അമ്മ അയച്ച റെക്കോർഡാണ്. നിങ്ങൾ കേൾക്കണം. കാരണം എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തു. നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ മുന്നിൽ അയച്ചു തന്ന പ്രവീണിന്റെയും പ്രണവിന്റെയും യൂട്യൂബ് ചാനലിൽ നിന്ന് ആ ഒരു വലിയൊരു വീഡിയോ അവരങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇപ്പോ അത് പ്രേക്ഷകർക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയ മാതിരിയായിപ്പോയി. സമൂഹത്ത് ഇതുപോലുള്ള പലരെയും നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലുള്ള പലരെയും നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെയാണ്. ആവശ്യമുണ്ടെങ്കിൽ അവരെ വേണം, ആവശ്യം കഴിഞ്ഞാൽ
അവരെ വലിച്ചെറിയുക എന്ന് പറയുന്ന ഒരു പ്രവണത ഏത് രാജ്യത്തും ഏത് പ്രൊഫഷണലിലും ഉണ്ട് എന്നത് സത്യമായ ഒരു കാര്യമാണ്. നമ്മുടെ നിലവാരത്തിന്റെ അപ്പുറത്തും ചില നാട്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇത് വിശ്വസിക്കില്ല. റീച്ചിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം കളിച്ച കളിയാണെങ്കിൽ ജനങ്ങൾ പറയും ഇത് പാടില്ല, ഇത്തരത്തിലുള്ള തെറ്റുകളെ ആവർത്തനങ്ങളെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് സൊസൈറ്റി ഇത് ചോദിക്കും. പക്ഷെ യൂട്യൂബ് എന്ന മേഖലയെ ചതിക്കാനോ, നിങ്ങൾ ഇങ്ങനെയൊരു വീഡിയോ ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഫർദർ നിങ്ങൾ അവിടെ തെറ്റുകൾ ചെയ്യും. നിങ്ങൾ ജനങ്ങളെ ചതിക്കുന്നു, ഉഡായിപ്പ് ചെയ്യുന്നു. അതിന് മാത്രം ആ ഒരു സത്യം നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റില്ല. എന്നെ തല്ലി മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി എത്ര ഓവറായിട്ടാണ് ആ കാര്യത്തിന് വേണ്ടി സംസാരിച്ചത്. അത് പ്രേക്ഷകരിലേക്ക് എങ്ങനെയാണ് ആ ഒരു വാക്കുകൾ എത്തിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രവീണും ഇപ്പോ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ, അച്ഛനടിച്ച കേസും അമ്മയടിച്ച കേസും, അച്ഛനും അമ്മയും തല്ലിയത് വലിയ ക്രൂരമായ കുറ്റമായി കരുതുന്നവരല്ല. പക്ഷേ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അവിടെ നടന്നിട്ട് അതിപ്പോ അല്ല എന്ന് തിരിച്ചു പറയുന്ന ആ ഒരു ബാഡ് സ്റ്റേറ്റ്മെന്റ്, അവർക്ക് പരാതികളൊന്നുമില്ലെങ്കിലും ജനങ്ങൾ അറിഞ്ഞ സത്യത്തെ അല്ല എന്നും പറയുന്ന ഒരു വികാരമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിക്കും. ഇത് സത്യസന്ധത ഇല്ല എന്ന വാക്കിന്റെ പരമാർത്ഥം യൂട്യൂബ് എന്ന് പറഞ്ഞ ഈ അൽഗുരിതത്തിലൂടെ നിങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിച്ച് കളയാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇതൊരു സോഷ്യൽ മീഡിയയാണ്. ഇവിടെ അലിഗേഷൻസ് ഉണ്ടാകുമ്പോൾ ആ അലിഗേഷൻസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ യൂട്യൂബിലേക്ക് വരണ്ടെന്നേ. കുടുംബം ഡെയിലി ലൈഫ് ചെയ്ത് സ്വയം അങ്ങ് നാറണ്ട. എന്തിനാണ് ഇങ്ങനെ ഡെയിലി ലൈഫ് ചെയ്ത് സ്വന്തം യൂട്യൂബിന് റീച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള ചെയ്തികൾ ചെയ്തിട്ടാണോ നിങ്ങൾ യൂട്യൂബിലേക്ക് വരുന്നത്? യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കമ്പ്യൂട്ടറൈസേഷനാണ്. അത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുക. അതിന് മറ്റൊരു രീതിയുണ്ട്. ആ രീതി തന്നെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടും. പണി എരന്ന് വാങ്ങിയതാണ് നിങ്ങൾ. ഇതിന്റെ നെഗറ്റീവ് ഷെയ്ഡ് മാറുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നോ, അങ്ങനെയൊരു ചിന്താഗതി ഒരിക്കലും. നെഗറ്റീവായിട്ട് ഷെയ്ഡുകൾ ഉണ്ടാകുമ്പോൾ അത് മാറുമെന്ന് ചിന്ത നിങ്ങൾ അത് മാറ്റിയെടുക്കുക. സൊസൈറ്റിയിൽ, ഇന്നത്തെ സമൂഹത്ത്, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് സംസാരിക്കാത്തത്? ഒരുപാട് കാര്യങ്ങൾ ഇഷ്യൂ ആണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാകുമ്പോഴാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അത് പ്രേക്ഷകരെ ഡിവൈഡ് ചെയ്ത് കണക്കുകൾ കൂട്ടിയാണ്. നമ്മൾ അപ്പുറയും ഇപ്പുറയും ചർച്ചകൾ ചെയ്യാതെ ഒരു കാര്യത്തിലെത്തില്ല. പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സത്യമായ കാര്യമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളൊക്കെ യൂട്യൂബിൽ ഈ ഒരു കണ്ടന്റ് ഉപയോഗിക്കുമെങ്കിൽ, പക്ഷെ ഈ കണ്ടന്റിന് തിരിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾ തിരിച്ചെടുത്താലും നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ സത്യമായ കാര്യമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. നിങ്ങൾ ഉഡായിപ്പാണെന്നത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു പ്രവണതമായ സത്യമാണെന്നത് നിങ്ങൾ തിരിച്ചറിയുക. ഇതിനിപ്പോ ന്യായീകരണമായി നിങ്ങൾ പല രീതിയിൽ വരും. നമ്മളെ ഹറാസ്മെന്റ് ചെയ്യുന്നു, യൂട്യൂബുകാർ മൊത്തത്തിൽ നമ്മളെ ദ്രോഹിക്കുന്നു. നോ, ഇതിന് നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യവും നിങ്ങൾക്ക് അതിന് ഉത്തരവും കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്
അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി അത് എങ്ങനെ വരും, ഏത് രീതിയിൽ വരുമെന്നത് ചിന്തിച്ച് തീരുന്നത് പോലും നിങ്ങൾക്ക് ഏത് സമയത്ത് വരും എന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. വേറൊരു മേഖലയാണെന്നത് ചിന്തിച്ചുകൊണ്ട് പെരുമാറുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ലൈഫല്ല. എന്നാലും സാധാരണക്കാർക്കും ഉപയോഗിക്കാം. ഒരു കണ്ടന്റിന് വേണ്ടി, ഒരു വ്യൂവർഷിപ്പിന് വേണ്ടിയും നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ഉപയോഗിക്കാമെന്നും തിരിച്ചറിയുന്ന ഒരു മേഖല കൂടിയാണ്, ഒരു പ്രൊഫഷനാണ്. കൈ തൊട്ടാൽ പൊള്ളുമെന്നത് നിങ്ങൾക്കറിയില്ലേ? ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞ അങ്ങനെയുള്ള കണ്ടന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. ഡേ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ? നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. നിങ്ങൾ ചെയ്തു കൂട്ടിയ ഇനിയിപ്പോ ആ റീച്ച് നിങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ എന്തിനു വേണ്ടി മറ്റൊരു റീച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനാവാം. എന്ത് പറഞ്ഞാലും ഇത് ജനങ്ങളെ പറ്റിക്കുക. റീച്ചിന് വേണ്ടി കിട്ടിയപ്പോ ആ റീച്ച് കിട്ടിയതിന് ശേഷം ജനങ്ങള് നിങ്ങളെ വിശ്വസിച്ചു. നിങ്ങളുടെ കാര്യത്തിൽ ഒരുമിച്ചപ്പോ പിന്നെ ജനങ്ങളെ മണ്ടന്മാരാക്കുക എന്നൊരു പ്രവണത നിങ്ങൾ കാണിച്ചു. ഇത് തെറ്റല്ലേ? സമൂഹത്തോടല്ല, മനസാക്ഷിയോട് പോലും ഈ തെറ്റ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അബ്സല്യൂട്ട്ലി നോട്ട് കറക്റ്റ്. ഇത് നിങ്ങൾ റോങ് ആണ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മൊത്തം ഒരു റോങ് ചെയ്തതിന്റെ പ്രവണത കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് അൽഗുരിതമായി ഏത് രീതിയിൽ പ്രവർത്തനമായി ചിന്തിക്കുന്നത് നിങ്ങൾ തെറ്റിച്ചാണ് സംസാരിക്കുന്നത്, തെറ്റിച്ചാണ് പ്രവർത്തിക്കുന്നെങ്കിൽ അത് കിട്ടുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ബൈ ഫോർ എവർ.